തറാവീഹ് നിസ്കാരം അതിൻ്റെ കഥ പറഞ്ഞപ്പോൾ റമദാനിലെ പുണ്യമേറിയ രാത്രികളിൽ പള്ളികളുടെ കൂറ്റൻ മിനാരങ്ങളിൽ നിന്ന് താഴേക്കൊഴുകിയിറങ്ങുന്ന തണുത്ത കാറ്റിനൊപ്പം ഭൂമിയിലെ മനുഷ്യരുടെ ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് വരുന്ന ഒരു അതിഥിയാണ് ഞാൻ. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന എന്നെ സ്വീകരിക്കാൻ മനുഷ്യർ കാണിക്കുന്ന ഈ അസാമാന്യമായ ആവേശം എന്നിൽ എപ്പോഴും വല്ലാത്തൊരു കൗതുകം ഉണർത്താറുണ്ട്. പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് കൊടും വിശപ്പും ദാഹവും സഹിച്ച് ലൗകികമായ എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ച് കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിച്ച ശരീരവുമായി അവരെന്തിനാണ് രാത്രിയുടെ ഏകാന്തതയിൽ ഉറക്കം പോലും ഉപേക്ഷിച്ച് എനിക്കായി കാത്തു നിൽക്കുന്നത് എന്ന ചിന്ത എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. അവരുടെ ആ ദീർഘനേരമുള്ള നിൽപ്പിലും ഭക്തിനിർഭരമായ വണക്കത്തിലും സൃഷ്ടാവിന് മുന്നിലുള്ള സാഷ്ടാംഗത്തിലും ഒളിഞ്ഞിരിക്കുന്ന ആയിരക്കണക്കിന് രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഓരോ രാത്രിയിലും അവരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ചിന്തിക്കാറുണ്ട്. എനിക്കവരോട് വല്ലാത്തൊരു സഹതാപവും അതിലുപരി അതിയായ സ്നേഹവുമാണ് തോന്നിയിട്ടുള്ളത്. തോളോട് തോള് ചേർന്ന് പുരുഷന്മാർ പള്ളികളിൽ അണിനിരക്കുമ്പോൾ ബാഹ്യമായി നോക്കുമ്പോൾ അവർ എല്ലാവരും ഒരുപോലെയാണെങ്കിലും അവരുടെ ഉള്ളിലെ ലോകങ്ങൾ എത്രയോ വിഭിന്നവും സങ്കീർണവുമാണ്. എൻ്റെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ അവർ തങ്ങളുടെ എല്ലാ അഹങ്കാരങ്ങളും സമൂഹത്തിലുള്ള പദവികളും സമ്പത്തിൻ്റെ പ്രതാപവും പള്ളിയുടെ പടിക്ക് പുറത്ത് വെച്ചാണ് കടന്നു വരുന്നത്. പള്ളിക്കുള്ളിലെ നേരിയ അത്തറിൻ്റെ സുഗന്ധവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവും ഇമാമിൻ്റെ മനോഹരവും ഗാംഭീര്യവുമുള്ള ഖുർആൻ പാരായണവും മുഴങ്ങി കേൾക്കുമ്പോൾ ഞാൻ ഓരോരുത്തരുടെയും മുഖത്തേക്ക് സൂക്ഷ്മമായി നോക്കും. അവിടെ ചിലരുടെ മുഖത്ത് നാഥനോടുള്ള ഭയവും ചിലരുടെ മുഖത്ത് നാളെയെക്കുറിച്ചുള്ള പ്രത്യാശയും മറ്റുള്ളവരുടെ മുഖത്ത് മറ്റെവിടെ നിന്നും ലഭിക്കാത്ത വല്ലാത്തൊരു സമാധാനവും എനിക്ക് കാണാൻ കഴിയും. അതാ ആ വലത്തെ അറ്റത്ത് നിൽക്കുന്ന ആ വൃദ്ധനെ ഒന്ന് നോക്കൂ. കഴിഞ്ഞ 40 വർഷമായി അദ്ദേഹം ഒരു മുടക്കവുമില്ലാതെ എന്നെ കാണാൻ പള്ളിയിൽ വരുന്നുണ്ട്. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അദ്ദേഹത്തിൻ്റെ കാൽമുട്ടുകൾ ഇപ്പോൾ വല്ലാതെ വിറക്കുന്നുണ്ട്. നെറ്റിയിൽ വാർദ്ധക്യത്തിൻ്റെ ആഴത്തിലുള്ള ചുളിവുകൾ വീണിരിക്കുന്നു. എങ്കിലും ഓരോ തവണ അദ്ദേഹം സുജൂദിലേക്ക് പോകുമ്പോഴും ആ ചുണ്ടുകൾ വിതുമ്പുന്നതും പ്രാർത്ഥന നിരതമാകുന്നതും ഞാൻ വ്യക്തമായി കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചുട്ടുപൊള്ളുന്ന കണ്ണീർത്തുള്ളികൾ വീണ് ആ പ്രാർത്ഥനപ്പായ നനയുന്നത് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് അറിയുന്നുണ്ട്. പള്ളികളിലെ ഈ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിന്നും എൻ്റെ ശ്രദ്ധ വീടുകളുടെ അകത്തളങ്ങളിലേക്കും നീളാറുണ്ട്. പള്ളികളിലെ ജമാഅത്തുകളിൽ സ്ത്രീകൾ വരാറില്ലെങ്കിലും വീടിൻ്റെ ഏകാന്തതയിൽ അവർ എനിക്കായി എപ്പോഴും കാത്തു നിൽക്കുന്നുണ്ടാകും. പകൽ മുഴുവൻ അടുക്കളയിലെ ചൂടിലും തിരക്കിലും കുടുംബത്തിനും വേണ്ടി അധ്വാനിച്ച് നോമ്പ് തുറയുടെ വിഭവങ്ങൾ ഒരുക്കി വല്ലാതെ ക്ഷീണിച്ച ശരീരവുമായാണ് അവരിൽ പലരും തങ്ങളുടെ മുറികളിലെ നിസ്കാരപ്പായയിൽ എന്നെ സ്വീകരിക്കാൻ വരുന്നത്. എന്നാൽ ആ പ്രാർത്ഥന പായയിൽ വന്ന് നിൽക്കുമ്പോൾ അവരുടെ മുഖത്തെ ക്ഷീണമെല്ലാം എങ്ങോട്ടോ മാഞ്ഞു പോകുന്നത് ഞാൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കാറുണ്ട്. തനിക്കു വേണ്ടി ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ തൻ്റെ പ്രിയപ്പെട്ടവരുടെയും കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടി ഇരു കൈകളും നാഥനിലേക്ക് ഉയർത്തി ആ ഉമ്മമാരുടെ പ്രാർത്ഥനകൾക്ക് വല്ലാത്തൊരു ആത്മാർത്ഥതയുണ്ട്. പകലിൻ്റെ ബഹളങ്ങളിൽ നിന്ന് മാറി രാത്രിയുടെ ശാന്തതയിൽ സ്വന്തം സങ്കടങ്ങളെല്ലാം ഒരു കെട്ടഴിച്ചു വിടുന്നതുപോലെ അവർ തങ്ങളുടെ പടച്ചവനോട് മാത്രം ഹൃദയം തുറന്ന് സംസാരിക്കുന്നു. മനുഷ്യൻ യഥാർത്ഥത്തിൽ എത്ര ദുർബലനാണ്. സ്വന്തം സങ്കടങ്ങൾ മറ്റൊരു മനുഷ്യരോടും പറയാൻ കഴിയാതെ എല്ലാം ഉള്ളിലൊതുക്കി പുറമെ ചിരിച്ച് ജീവിക്കുന്ന അവർക്ക് ഈ റമദാനിലെ രാത്രികൾ വലിയൊരു ആശ്വാസവും അഭയവുമാണ്. ആരുമറിയാതെ ആരുടെയും സഹതാപമില്ലാതെ കരയാനും എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന ഒരു മഹാശക്തിയോട് തൻ്റെ ഹൃദയം തുറക്കാനും അവർക്ക് കിട്ടുന്ന ഒരേയൊരു സുവർണാവസരമാണിത്. ഇതൊക്കെയാണെങ്കിലും എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൗതുകം തോന്നുന്നത് ആ ചെറിയ കുട്ടികളെ കാണുമ്പോഴാണ്. പകൽ മുഴുവൻ ഓടിക്കളിച്ച് വല്ലാതെ ക്ഷീണിച്ച് ഉറക്കം വന്നിട്ടും പള്ളിയിലും വീടുകളിലുമായി എൻ്റെ ഒപ്പം നിൽക്കാൻ അവർ പാടുപെടുകയാണ്. ചിലർ ഇരുന്നുറങ്ങുന്നു, മറ്റു ചിലർ മുതിർന്നവർ ചെയ്യുന്നത് നോക്കി അത്ഭുതത്തോടെ അനുകരിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ സുജൂദാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിമിഷം. മനുഷ്യർ തൻ്റെ ഏറ്റവും അഭിമാനകരമായ അവയവമായ നെറ്റിത്തടം ഏറ്റവും താഴെ മണ്ണിൽ വെച്ച് സൃഷ്ടാവിന് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങുന്ന ആ അപൂർവ നിമിഷം. അവിടെ വെച്ചാണ് അവർ തങ്ങളുടെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ പറയുന്നത്.
കനത്ത സാമ്പത്തിക ബാധ്യതകൾ കാരണം ജീവിതം വഴിമുട്ടിയവർ, ജീവന് തുല്യം സ്നേഹിച്ചവർ ഉപേക്ഷിച്ചു പോയതിൻ്റെ കടുത്ത വേദന തിന്നുന്നവർ, മാറാരോഗം കാർന്നു തിന്നുന്ന ശരീരവുമായി അന്ത്യം കാത്തുകിടക്കുന്നവർ. അങ്ങനെ ലോകത്തിൻ്റെ എത്രയെത്ര സങ്കടങ്ങളാണ് ആ സുജൂദിൽ അലിഞ്ഞു ചേരുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഭൂമിയിലെ ഈ സാഷ്ടാംഗങ്ങൾ ആകാശലോകത്ത് വെളിച്ചമായി മാറുന്നത് ഞാൻ കാണാറുണ്ട്. ഓരോ റമദാൻ രാവും പിന്നിടും തോറും അവരുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി കൂടുകയും അവരുടെ കണ്ണുനീരിന് കൂടുതൽ അർത്ഥങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോ രാത്രിയും പതുക്കെ പതുക്കെ പുലർച്ചയോടടുക്കുന്നു. അത്താഴത്തിൻ്റെ സമയമാകുന്നു. അതോടെ എൻ്റെ സമയം അവസാനിക്കാറായി എന്ന് ഞാൻ തിരിച്ചറിയും. വിതൃ നമസ്കാരത്തോടെ അവർ വളരെ സ്നേഹത്തോടെ എന്നോട് വിട പറയുകയാണ്. പ്രാർത്ഥനകൾ കഴിഞ്ഞ് പള്ളിയിൽ നിന്നും പുറത്തിറങ്ങുന്നവരുടെയും വീടുകളിൽ നിസ്കാരപ്പായ മടക്കി വെക്കുന്നവരുടെയും മുഖത്തേക്ക് നോക്കൂ. ഇപ്പോൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ക്ഷീണമില്ല, പകരം വല്ലാത്തൊരു തിളക്കവും പറഞ്ഞറിയിക്കാനാവാത്ത സമാധാനവുമുണ്ട്. തങ്ങളുടെ മനസ്സിലെ ഭാരങ്ങളെല്ലാം എവിടെയോ ഇറക്കി വെച്ചതിൻ്റെ വലിയൊരു ആശ്വാസം അവരുടെ ഓരോരുത്തരുടെയും നടപ്പിലുണ്ട്. അവർ വീണ്ടും അവരുടെ ജീവിതങ്ങളിലേക്ക് മടങ്ങുന്നു. ഞാൻ അടുത്ത രാത്രിയിലെ ഈ മനോഹരമായ കൂടിക്കാഴ്ചക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. കാലം എത്ര കഴിഞ്ഞാലും മനുഷ്യൻ തന്നെയാണല്ലോ. അവരുടെ സങ്കടങ്ങൾക്കും പരാതികൾക്കും ഒരിക്കലും അവസാനമുണ്ടാകില്ല. എങ്കിലും ഭൂമിയിലെ മനുഷ്യർ അവരുടെ ഒടുങ്ങാത്ത പ്രതീക്ഷകളുമായി എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന ആ സുന്ദരമായ കാഴ്ച, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഉയരുന്ന അവരുടെ ആ നിശബ്ദമായ നിലവിളികൾ, പ്രാർത്ഥനാ നിരതമായ ആ നിമിഷങ്ങൾ, അത് എന്നെന്നും എനിക്കൊരു വികാരഭരിതമായ കൗതുകമായി തന്നെ തുടരും. അതെ, ഞാൻ തറാവിഹാൻ. ലോകത്തെ മുഴുവൻ മനുഷ്യരുടെ ഹൃദയങ്ങളിലെയും ഉണങ്ങാത്ത മുറിവുകളിൽ വറ്റാത്ത സാന്ത്വനമായി പെയ്യുന്ന റമദാനിലെ കുളിർമയുള്ള രാത്രിമഴ.